ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഗൈസ് ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ TKM കോളേജിനെ പറ്റി പറയാൻ വേണ്ടി TKM കോളേജിനെ പറ്റി എന്ന് വെച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്. ബ്രോ TKM കോളേജ് നല്ലതാണോ, പഠിപ്പിക്കുന്നൊക്കെ ഉണ്ടോ, വൈബൊക്കെ ഉണ്ടോ? ഒന്നാമത്തെ കാര്യം പിള്ളേർ ചോദിക്കുന്നത് വൈബ് ഉണ്ടോ, കോളേജ് വൈബ് ഉണ്ടോ, പിന്നെ പഠിക്കുന്നൊക്കെ ഉണ്ടോ, സപ്ലി ഒക്കെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ബ്രോ TKM കോളേജ് നല്ലതാണോ, കൊല്ലത്തെ മെയിൻ നല്ല കോളേജാണോ എന്നൊക്കെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പിള്ളേർ. ഇപ്പോൾ പുതിയ ഫസ്റ്റ് ഇയേഴ്സ് ആയാലും ഇനി വരാൻ പോകുന്ന പിള്ളേരായാലും കമന്റ് ഒക്കെ ഇട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ ഞാൻ അവിടെ നോർമലി പഠിച്ചത് കേട്ടോ. ഒരു 4 വർഷം ഇപ്പോൾ ലാസ്റ്റ് സെം ആയി. എൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ സത്യം പറഞ്ഞാൽ +2 കഴിഞ്ഞു അഡ്മിഷൻ എടുക്കാൻ ടൈമൊക്കെ ആയപ്പോഴാണ് ഇങ്ങനെ ഒരു കോളേജ് ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. +1 ഒന്നും എനിക്ക് ആ ഒരു കോളേജിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. നോർമലി അങ്ങനെ ചിന്തിക്കാറില്ല. ഞാൻ കൊല്ലത്ത് അങ്ങനെ പോകാറൊന്നുമില്ല. അങ്ങനെ ഞാനും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു കോളേജ് ഉണ്ട്, നല്ല കോളേജാണ്, ഇങ്ങനെ കുറേ പേര് പഠിച്ച കോളേജാണ്, കുറേ പേർക്ക് നല്ല നിലയിൽ എത്തിയ ഒരു കോളേജാണ് എന്നൊക്കെ കുറേ പേര് കേട്ടറിവ് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. സോ അങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട്. ഇപ്പം നമ്മളോട് ചോദിക്കുന്നവരോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കോളേജ് നല്ല കോളേജാണ്. ഞാനാണെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഫാദർ പറഞ്ഞപ്പോഴാണ് ഇതുപോലെ ഇങ്ങനൊരു കോളേജ് ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജാണ്, നല്ല കോളേജാണ്, ബെസ്റ്റ് കോളേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുത്തത്. സോ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ബെസ്റ്റ് കോളേജാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു കോളേജാണ് ഈ TKM എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയാൻ വേണമെങ്കിൽ. അങ്ങനെ കോളേജിന്റെ പിന്നെ പറയാനുള്ള കോളേജ് വൈബ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു കേട്ടോ. കോളേജ് വൈബ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പിള്ളേരോട് ചോദിക്കേണ്ടി വരും. ഇപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അങ്ങനെ വലിയ പ്രോഗ്രാംസിന് അങ്ങനെ നിൽക്കാറുണ്ട്. സോ എനിക്ക് എന്തെങ്കിലും തിരക്ക് കാണും, അന്നേരം ആ രീതിയിൽ അങ്ങ് ഞാൻ മൂവ് ചെയ്ത് പോകും. ചിലപ്പോൾ ചെറിയ ചെറിയ പ്രോഗ്രാമൊക്കെ നടത്തും. പാർട്ടിക്കാരായാലും സ്റ്റുഡൻസ് യൂണിയനൊക്കെ ആയാലും ഓരോരോ പ്രോഗ്രാം നടത്തും. ചില സമയത്ത് ഞാൻ അവിടെ നിൽക്കാറില്ല. എനിക്ക് എന്തെങ്കിലും തിരക്കോ എന്തെങ്കിലും ഒരു ഷൂട്ടോ എന്തെങ്കിലും കാരണം കാണും. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് പോകും. പിന്നെ അത്രയ്ക്കും വലിയ വൈബാന്ന് ചോദിച്ചാൽ അത്രയ്ക്കും വലിയ വൈബ് ഉണ്ട്. ഓക്കെ, ഒരു മീഡിയം വൈബ്. പിന്നെ ഞങ്ങൾ കയറിയ ടൈമിൽ ഓട്ടോണമസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഫുൾ K2 ബാച്ചിന്റെ ഏറ്റവും ബാക്കിലാണ് ഞങ്ങൾ വന്നത്, ഓട്ടോണമസ് ബാച്ച്. സോ ഞങ്ങൾ ഫുള്ളി ഓട്ടോണമസ് ആയില്ല, പകുതി എന്ന് വെച്ചാൽ നമ്മൾ പകുതി K2ന്റെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പറയുന്നത് ഓട്ടോണമസ് ബാച്ച് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് നമുക്ക് ഫുള്ളി ഓട്ടോണമസ് അല്ലായിരുന്നു. ഓട്ടോണമസ് കോളേജ് ബേസ് ആയിരിക്കും ഫുള്ള് ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. ബട്ട് നമ്മുടെ ബാച്ച് എന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോണമസ് അല്ല, ഒരു ഹാഫ് ഓട്ടോണമസ്. പക്ഷെ ക്വസ്റ്റ്യൻസും പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നത് കോളേജ് തന്നെ ആയിരിക്കും, ഡേറ്റ് ഇടുന്നത് കോളേജ് തന്നെ ആയിരിക്കും, സിലബസ് എല്ലാം K2ന്റെ ആയിരിക്കും പഠിക്കുന്നത്. നമ്മുടെ ഏറ്റവും തൊട്ട് ബാക്കി വന്ന ബാച്ച് ഫുള്ളി ഓട്ടോണമസ് ആണ്. എന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോണമസ് ആണെന്ന് തോന്നുന്നു, അതോ അതിൻ്റെ അപ്പുറത്തെ ബാച്ചാണെന്ന് തോന്നുന്നു ഫുള്ളി ഓട്ടോണമസ് ആയത്. എന്ന് വെച്ചാൽ കോളേജ് തന്നെ കൊടുക്കുന്ന സബ്ജക്ട്സും കോളേജ് തന്നെ കൊടുക്കുന്ന ടാസ്കും പ്രോജക്റ്റും അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ K2 സിലബസിന്റെ കാര്യങ്ങളായിരിക്കും പഠിച്ചു പോകുന്നത്. K2 നോട്ട്സും ആയാലും K2ന്റെ അസൈൻമെന്റ്സ് ആയാലും പ്രോജക്റ്റ് ആയാലും എല്ലാം നമ്മൾ K2ന്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കി പോകുന്നത്. എക്സാം പോലും അതുപോലെ തന്നെ. അതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. സോ ഫുള്ളി നമ്മൾ കോളേജിന്റെ കയ്യിലായില്ല, പകുതിയൊക്കെ K2ന്റെ കയ്യിലായിരുന്നു. പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ നല്ല കാര്യമാണ്, ഓട്ടോണമസ് ആയ കോളേജിന്റെ ബേസിലെല്ലാം കാര്യങ്ങൾ നടക്കും എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ വൈബ് എന്ന് വെച്ചാൽ പിള്ളേരനുസരിച്ചിരിക്കും വൈബ്. ഇപ്പം പിള്ളേർക്ക് ഒരു വൈബുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഏത് പിള്ളേർക്ക് വൈബില്ലാത്തത്? അതോടെ ഒന്ന് ആലോചിക്കണം. ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും എൻജോയ് ചെയ്യണം, വൈബ് ചെയ്യണം. പിന്നെ കുറേ മെമ്മറീസ് ഉണ്ട് കോളേജിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ മെമ്മറീസ് ഉണ്ട്. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം സംഭവം എങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് പറയാനുള്ള കാര്യം വൈബുണ്ട്. പഠിത്തം നല്ലപോലെ പഠിക്കുന്നവർക്ക് നല്ലപോലെ പഠിച്ച് നല്ല സ്ഥലത്തൊക്കെ എത്താൻ പറ്റും. എനിക്ക് തോന്നുന്നു കോളേജ് കുറേ ഫേമസ് ആയ ഒരു റീസൺ എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് കുറേ പേര് പഠിച്ചിറങ്ങി നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്, ടോപ്പ് 1 എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കോളേജ് ഇത്രയും ഫേമസ് ആയതും പിള്ളേർ വന്ന് പഠിക്കാൻ തുടങ്ങിയതൊക്കെ. നല്ല കാര്യം, നല്ലൊരു കോളേജ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളപ്പോൾ നമുക്ക് വേറെ നാട്ടിൽ പോയി പഠിക്കണ്ടല്ലോ. സോ വേറെ ഉള്ള നാട്ടുകാരൊക്കെ നമ്മുടെ കൊല്ലത്ത് വന്നായിരിക്കും പഠിക്കുന്നത്. എന്നാലും അതൊക്കെ നല്ലൊരു കാര്യം തന്നെ. പിന്നെന്തുവാ, പിന്നെ
ഞാൻ പറഞ്ഞില്ലേ വൈബ്, ആ ഒരു വൈബ് തന്നെ. നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വൈബ് ഇല്ലെന്ന് പറയും. പിന്നെ പിള്ളേരോട് ചോദിച്ചാൽ ചില പിള്ളേർ പറയും CBSE വൈബാന്ന് പറയും, CBSE പോലാണ് എന്നൊക്കെ പറയും. പിന്നെ ഫസ്റ്റ് ഇയേഴ്സ് വന്നാൽ നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സിനെ അത്രയും വലിയ പരിപാടിയൊന്നും, നമ്മൾ ഫോർത്ത് ഇയർ തേർഡ് ഇയർ ഒക്കെ നടത്തുന്ന കുറച്ച് പരിപാടിയൊക്കെ കിട്ടും. പിന്നെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ബാക്കിലുള്ളവരായിരിക്കും നോക്കുന്നത്. ഫസ്റ്റ് ഇയേഴ്സിനെ എനിക്ക് തോന്നുന്നു നല്ലപോലെ നോക്കും ടീച്ചേഴ്സ് എല്ലാം, ഒരുവിധം നല്ല നോക്കി പഠിപ്പിച്ച് ഒക്കെ ഇരുത്തി സെറ്റാക്കും. പിന്നെ ആ ഒരു ഫോളോ അപ്പിൽ നമ്മളങ്ങ് മൂവ് ചെയ്യും, നമുക്ക് മനസ്സിലാവും എല്ലാ കാര്യങ്ങളൊന്നും, പിന്നെ അങ്ങ് ഫോളോ ചെയ്യും. പിന്നെ ഞാൻ ചിലരോട് ചോദിച്ചു ഫസ്റ്റ് ഇയേഴ്സ് വന്നത് 2025 ഫസ്റ്റ് ഇയേഴ്സ് വന്നവരോട് ഞാൻ ചോദിച്ചു. അന്നേരം അവർ പറയുന്നത് എന്തോ CBSE വൈബോ എന്നൊക്കെ പറയുന്നത്. ഞാൻ അവരുടെ ഒരു അഭിപ്രായം, ഒപ്പീനിയൻസ്, കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ട് തരാം. എന്താ വെച്ചാൽ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ അനുഭവം വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. സോ നിങ്ങൾ എന്തൊരു കാര്യം എവിടെ പോയാലും നിങ്ങൾ ചോദിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ അറിയാവുന്നവരോട് ജസ്റ്റ് ചോദിക്കുക. എന്നോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഫസ്റ്റ് ഇയേഴ്സ് വന്നവരോ, ഞാനിപ്പം ഫൈനൽ ഇയർ ആയി, ഞാൻ കയ്യാറായി, ഞങ്ങളുടെ ഒരു ഇതൊക്കെ വൈപ്പൊക്കെ കഴിഞ്ഞു. സോ ലാസ്റ്റ് ഒരു കുറച്ച് നാള് ഇനി ഡിസംബർ IB പോകുന്നുണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ അടുത്ത സെമ്മുണ്ട്. ആ സെമ്മൂടെ കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇത് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് പോവുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോയിൽ ഒരു കിടിലം സംഭവമായിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പോകേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏത് കോളേജ് എടുത്താലും നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കുക, എന്നിട്ട് മാത്രം നിങ്ങൾ പോയി അഡ്മിഷൻ എടുക്കുക. കോളേജിൽ പോയിട്ട് കോളേജ് ടീച്ചർമാരോടും പിള്ളേരോടല്ല, ടീച്ചർമാരോടും ബാക്കിയുള്ള സ്റ്റാഫിനോട് പോയി ചോദിക്കരുത് വൈബ് ഉണ്ടോ പഠിപ്പിക്കുന്നൊക്കെ. പിള്ളേരോട് പോയി ചോദിക്കുക. പുതിയ പിള്ളേർ വരുന്നുണ്ടല്ലോ ഫസ്റ്റ് ഇയേഴ്സ്, ടിക്കൻ കോളേജിൽ ആരെങ്കിലും മെസ്സേജ് ഇട്ടാൽ മതി, കോണ്ടാക്ട് വരി, എങ്ങനെയെങ്കിലും പിള്ളേർ സെറ്റാക്കി തരും. എന്നുവെച്ചാൽ ചോദിക്കാൻ സെറ്റാക്കി തരും. അറിയാവുന്നതാണെങ്കിൽ പിള്ളേരോട് ചോദിക്കുക വൈബ് ഉണ്ടോ, സെറ്റാണോ, എല്ലാം ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കണം. ഈ പിള്ളേർക്ക് പഠിച്ചാൽ മാത്രം പോരാ, കുറെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണം. അതിനാ ഈ വൈബ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേട്ടോ. കുറെ മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ചുമ്മാ കോളേജിൽ പോയി പഠിച്ചിട്ട് സപ്ലൈ അടിച്ചിട്ട് വരാനുള്ള അല്ല കോളേജ്. സോ ഫുള്ളി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, കോളേജ് ഫുള്ള് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. സോ അതുപോലെ തന്നെ ഡാൻസ് ആയാലും പ്രോഗ്രാം ആയാലും ഫുൾ എക്സ്പീരിയൻസ്, ഫുൾ വൈബിലൂടെ നമ്മൾ ഫുൾ ഒരു എന്റർടൈൻമെന്റ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്ന് വന്ന് നമ്മുടെ ഒരു മൈൻഡ് ഓക്കെ ആക്കണം. പഠിക്കും വേണം, വൈബും വേണം, അത് മസ്റ്റ്. വൈബായിരിക്കും കൂടുതൽ വേണ്ടത്, എന്നാലേ പഠിക്കാൻ ഒരു മൈൻഡ് ഉള്ളൂ. സോ അതാണ് പറഞ്ഞത്. എല്ലാ പിള്ളേരോടും നിങ്ങൾ ചോദിക്കുക, ഫസ്റ്റ് ഇയേഴ്സ് വരുന്ന പിള്ളേരോട് ചോദിക്കുക വൈബ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കുക. അവരുടെ അഭിപ്രായം നിങ്ങൾ നോക്കുക, എന്നിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയോ സെറ്റാക്കുകയോ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.